കുടുംബത്തിന് ലഭിച്ച വലിയ ഒരു നീതി തന്നെയാണ് CBI കോടതിയുടെ ഈ വിധി. ഒരു സംശയവും ആ കാര്യത്തിൽ ഇല്ല. തുടരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ രാഷ്ട്രീയത്തിന്, പ്രത്യേകിച്ച് CPM-ന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ രാഷ്ട്രീയത്തിന് ഏറ്റ ഒരു തിരിച്ചടി തന്നെയാണ്. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. അവരാലോചിക്കേണ്ടതാണ്. എത്രയോ കേസുകളായി അനുഭവിക്കുന്നത് പല രാഷ്ട്രീയ പാർട്ടികളാണ് എങ്കിലും പല കേസുകളിലും ഏറ്റവും അധികം വരുന്നത് പ്രതിസ്ഥാനത്ത് അവരാണ്. ഇത് ഒരു ദയനീയമായ കൊലപാതകമായിരുന്നു. അമ്മമാരുടെ പ്രതികരണം ഞാൻ കണ്ടു. എങ്ങനെ സഹിക്കും? അതാണ്, എത്ര വലിയ നിഷ്ഠൂരമായ കൊലപാതകമാണ് നടന്നത്. അക്രമ രാഷ്ട്രീയത്തിന് ഇതൊരു അറുതി വരുത്താനുള്ള ഒരു പ്രേരക ശക്തി ആയി മാറുമെങ്കിൽ, ഈ വിധി ഒരു പ്രേരക ശക്തി ഭാവിയിലെങ്കിലും തുടരാതിരുന്ന കേരളത്തിന് നല്ലത്. അതാണ് പറയാനുള്ളത്. കുറച്ച് പ്രതികളെ വെറുതെ വിട്ടു, പക്ഷേ സംഘം ചേർന്ന് എല്ലാവരും കൂടി ചെയ്ത കാര്യമാണ് എന്നാണ് പൊതുവിലുള്ള വിശ്വാസം. അതുകൊണ്ട് വെറുതെ വിട്ട സാഹചര്യം എന്താണ് എന്നുള്ളത് ഇനി വിധി വരുമ്പോഴേ അറിയുള്ളൂ. വിധിയെ UDF പൊതുവിൽ ഞങ്ങളെല്ലാവരും പൊതുവിൽ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഇതിന് പ്രക്ഷോഭം നടത്തിയതും നീതിക്ക് വേണ്ടി പോരാടിയതും. അതെ, അതൊന്നും നീതീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതൊന്നും ഒട്ടും നീതീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. സർക്കാരിൻ്റെ പണം എന്ന് പറയുമ്പോൾ ഈ കൊല്ലപ്പെട്ടവരുടെ കൂടി പണമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ഓരോ പൗരൻ്റെയും പണമാണ്. അതെടുത്ത് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ചെലവഴിക്കുക എന്ന് പറഞ്ഞത് നീതീകരിക്കാവുന്ന കാര്യമല്ല. ഈ വിധി ഒരു പ്രേരക ശക്തിയായി മാറട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് പൊതുവിലുള്ള അഭിപ്രായം. ഞങ്ങളും അഭിപ്രായം അതുതന്നെയാണ്. ഈ മൻമോഹൻ സിംഗ് കേവലം ഒരു വ്യക്തിയല്ലല്ലോ, ഏവരും ആദരിക്കുന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രിയാണ്. അതിനേക്കാളൊക്കെ മോസ്റ്റ് റെസ്പെക്റ്റഡ് പേഴ്സണാണ് പല നിലയിൽ. അദ്ദേഹത്തിൻ്റെ ഈ ദുഃഖാചരണ കാലത്ത് പരിപാടി ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് അഭിപ്രായം.